ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പീഡാനുഭവ വാരത്തിൻ്റെ 1-ാം നാളായ ഇന്നത്തെ ചിന്തയ്ക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. യേശു ലോകജനതയുടെ വീണ്ടെടുപ്പിനായി കുറ്റമറ്റ കുഞ്ഞാടായി സ്വയം യാഗത്തിന് തയ്യാറാകുന്ന കഷ്ടാനുഭവത്തിന് നാളുകളിലാണ് പരീശന്മാർ ചോദ്യങ്ങളുമായി യേശുവിൻ്റെ അടുക്കലെത്തുന്നത്. അവരുടെ അനീതികളുടെയും ദുഷ്ടതകളുടെയും നേർക്ക് യേശുവിൻ്റെ വാക്കുകൾ തീയമ്പുകൾ പോലെ പതിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ യേശുവിൽ കുറ്റം കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു. അതിനാൽ അവനെ വാക്കിൽ കൊടുക്കുവാൻ അവർ ശ്രമിക്കുന്നു. ഇവിടെ കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമാണോ എന്ന പരീശന്മാരുടെ ചോദ്യത്തിന് യേശു നൽകുന്ന മറുപടി അവൻ്റെ സ്വർഗീയ ജ്ഞാനം വെളിവാക്കുന്നതായിരുന്നു. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുവാനും എന്നാൽ ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുവാനുമുള്ള യേശുവിൻ്റെ മറുപടിയിൽ എല്ലാം അടങ്ങിയിരുന്നു. താൻ ഈ ലോകത്തിൽ വന്നത് ലോകത്തിൻ്റെ ധനമോ മാനമോ നേടുവാനല്ല, മറിച്ച് നശിച്ചു പോകുന്ന മനുഷ്യനെ രക്ഷിപ്പാനാണ്. ഈ ലോകത്തിൻ്റെ ധനവും മാനവുമെല്ലാം അത് അർഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നവർക്ക് നൽകുവാൻ യേശു ആവശ്യപ്പെടുന്നു. ദൈവത്തിന് നമ്മുടെ സമ്പത്തോ മഹിമയോ ഒന്നും ആവശ്യമില്ല. നേരെ മറിച്ച് നമ്മളുടെ മനസ്സുകളുടെ രൂപാന്തരവും അർപ്പണവുമാണ് യേശു ആഗ്രഹിക്കുന്നത്. അതിന് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.